ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠനം ചാപ്റ്റർ 1 മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ നമ്മൾ ഇലക്ട്രിക് ചാർജ് എന്ന കോൺസെപ്റ്റിലേക്ക് എങ്ങനെ വന്നു എന്ന് പഠിച്ചു. ചാർജുകൾക്കിടയിൽ അനുഭവിക്കുന്ന ഫോഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അത് കൂളംസ് ലോയിലൂടെയാണെന്ന് നമുക്കറിയാം. അതുപോലെ ഒന്നിലധികം ചാർജുകൾ വന്നാൽ എങ്ങനെ ടോട്ടൽ ഫോഴ്സ് കണ്ടെത്താമെന്നും നമുക്കിപ്പോൾ അറിയാം. അത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ മാത്രമല്ല, നിലവിൽ ഫിസിക്സിൻ്റെ തന്നെ ഒരു സെൻട്രൽ കോൺസെപ്റ്റായിട്ട് നിലകൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ഐഡിയ ആണെന്ന് പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ മാത്രമല്ല, ഫിസിക്സിൻ്റെ മറ്റു പല ബ്രാഞ്ചുകളിലും ഫീൽഡ് എന്ന സങ്കല്പം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെയാകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് മാത്രം, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. ക്വാണ്ടം ഫീൽഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഫീൽഡ് തിയറി എന്ന് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫീൽഡ് എന്ന സങ്കല്പം ഇന്ന് ഫിസിക്സിൻ്റെ തന്നെ ഒരു സെൻട്രൽ കോൺസെപ്റ്റാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഞാനൊരു സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യാം, ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിൽ ക്യാപിറ്റൽ ക്യൂ എന്നൊരു ചാർജ് ഇരിപ്പുണ്ട്. ഈ പോയിൻ്റ് ഒറിജിൻ തന്നെയാണെന്ന് വിചാരിക്കുക. ഈ പോയിൻ്റ് ഒറിജിൻ തന്നെയാണ്. ഒറിജിനിലാണ് ക്യാപിറ്റൽ ക്യൂ എന്ന ചാർജ് ഇരിക്കുന്നത്. അവിടുന്ന് അല്പം അകലെയായിട്ട് നമ്മളൊരു പോയിൻ്റ് പരിഗണിച്ചു, പി. ഓക്കെ, ഒറിജിനിൽ നിന്ന് പോയിൻ്റ് പിയിലേക്കുള്ള ദൂരം ആറാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പോയിൻ്റ് പിയുടെ പൊസിഷൻ വെക്ടറാണ് ആർ. ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണല്ലോ? ഇനി ഞാനൊരു ചെറിയ ചാർജ് സ്മോൾ ലെറ്റർ ക്യൂ പോയിൻ്റ് പിയിൽ കൊണ്ട് വയ്ക്കുകയാണ്. തൽക്കാലം ഈ സ്മോൾ ലെറ്റർ ക്യൂവിനെ ടെസ്റ്റ് ചാർജ് എന്നങ്ങ് വിളിച്ചോളൂ. അതിൻ്റെ അർത്ഥം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് പിന്നെ മനസ്സിലായിക്കോളൂ. തൽക്കാലം ഞാനിതിനൊരു പേര് കൊടുക്കുകയാണ്. ദിസ് ഇസ് ടെസ്റ്റ് ചാർജ്. ഓക്കെ, എന്തോ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ, അതുകൊണ്ടാണ് ടെസ്റ്റ് ചാർജ് എന്ന് വിളിച്ചത്. അപ്പോൾ ഒരു ചോദ്യം വരികയാണ്, ടെസ്റ്റ് ചാർജിൽ എന്തനുഭവപ്പെടും? നമുക്കറിയാം, ടെസ്റ്റ് ചാർജിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. കാരണം ക്യാപിറ്റൽ ക്യൂ ഇവിടെ ഇരിക്കുകയാണല്ലോ, സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് എത്രയാണെന്നൊക്കെ ചോദിച്ചാൽ വളരെ കൃത്യമായി നമ്മൾ പറയും. നമുക്ക് കൂളംസ് ലോ അറിയാം, 1/4πε0 Q × Q/r². സിമ്പിൾ ഇക്വേഷൻ. കൃത്യമായി മാഗ്നിറ്റ്യൂഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് ഈ ചാർജുകളുടെ നേച്ചറും കൂടി അറിഞ്ഞാൽ ഡയറക്ഷൻ ഉൾപ്പെടെ ഫോഴ്സ് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. പക്ഷേ പ്രശ്നം അവിടെയല്ല. സപ്പോസ് ഞാൻ ഈ ടെസ്റ്റ് ചാർജിനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ പോയിൻ്റ് പിയിൽ എന്താണ് അവശേഷിക്കുന്നത്? അതാണ് ചോദ്യം. വാട്ട് ഈസ് ലെഫ്റ്റ് അറ്റ് പോയിൻ്റ് പി? പോയിൻ്റ് പിയിൽ ടെസ്റ്റ് ചാർജിനെ മാറ്റിക്കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? അതുതന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനും. വാട്ട് ഈസ് ദെയർ അറ്റ് പോയിൻ്റ് പി? പോയിൻ്റ് പിയിൽ എന്താണുള്ളത്? ഇതിപ്പോൾ എത്ര വലിയ ചോദ്യമാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് ചാർജിനെ തിരികെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഇത് പറ്റി, ടെസ്റ്റ് ചാർജിന് മേലൊരു ഫോഴ്സ് അനുഭവപ്പെട്ടു അല്ലേ? അങ്ങനെ ഫോഴ്സ് അനുഭവപ്പെടണമെങ്കിൽ പോയിൻ്റ് പിയിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? കൂളംസ് ലോ അനുസരിച്ച് ക്യാപിറ്റൽ ക്യൂ എന്ന ചാർജുണ്ട്, സ്മോൾ ലെറ്റർ ക്യൂ എന്ന ചാർജുണ്ട്, ഫോഴ്സ് അനുഭവപ്പെടും എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ സംസാരിക്കുന്നത് പോയിൻ്റ് പിയിൽ എന്ത് സവിശേഷതയാണ് ടെസ്റ്റ് ചാർജിന് മേൽ ഫോഴ്സ് കൊടുക്കാൻ പാകത്തിനുള്ളത് എന്നുള്ളതാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും. ഇതൊരു ലോജിക്കൽ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകാനായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഫീൽഡ്. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയതുകൊണ്ട് നമ്മുടെ ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡാണെന്ന് മാത്രം. ഇലക്ട്രിക് ഫീൽഡ് മാത്രമല്ലെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കേട്ടിട്ടുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് കേട്ടിട്ടുണ്ട്, ക്വാണ്ടം ഫീൽഡ് എന്ന് കേട്ടിട്ടുണ്ട്, ക്വാണ്ടം ഫീൽഡ് തിയറി എന്ന് വരെ കേട്ടിട്ടുണ്ട്, QFT. ചുരുക്കി പറഞ്ഞാൽ ഈ ഫീൽഡ് എന്ന സങ്കല്പം ഇന്ന് ഫിസിക്സിൻ്റെ പല സബ്ജക്റ്റുകളുടെയും ഒരു സെൻട്രൽ കൺസെപ്റ്റായിട്ട് നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ഫീൽഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള യഥാർത്ഥ കാരണം ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം ഇതാണ്. ടെസ്റ്റ് ചാർജിന് മേൽ ഒരു ഫോഴ്സ് കൊടുക്കാൻ പാകത്തിന് പോയിൻ്റ് പിയിൽ എന്ത് സവിശേഷതയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ക്യാപിറ്റൽ ക്യൂ എന്ന ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്
പോയിൻ്റ് പിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൂളംസ് ലോ പറയുന്നത് പോലെ രണ്ട് ചാർജുകൾക്കിടയിൽ സ്ട്രെയിറ്റ് ഹെഡ് ഫോഴ്സ് അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയൊന്നുമല്ല, മറിച്ച് ടെസ്റ്റ് ചാർജിൽ അല്ലെങ്കിൽ ഈ സ്മോൾ ലെറ്റർ ക്യൂവിൽ ഫോഴ്സ് അനുഭവപ്പെടുന്നത് ഈ ചാർജും പോയിൻ്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൊണ്ടാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു ചാർജിന് മേൽ ഒരു ഫോഴ്സ്, അതും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ ചാർജും അതിരിക്കുന്ന സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. ഇതേ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമുക്ക് ഈ സോഴ്സ് ചാർജ്, ഇതിനെ നമ്മൾ സോഴ്സ് ചാർജ് എന്നാണ് ഇപ്പോൾ വിളിക്കുക. കാരണം പോയിൻ്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയ ആൾ ഈ ക്യാപിറ്റൽ ക്യൂ ആണ്. അതുകൊണ്ട് ഇയാളെ സോഴ്സ് ചാർജ് എന്നും, ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റായ ഫോഴ്സ് അനുഭവിക്കുന്നത് ഇയാളാണ്. അതുകൊണ്ട് നമ്മൾ ഇയാളെ ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കും. ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്ര എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ചാർജ് എന്ന അർത്ഥത്തിലാണ്. പോയിൻ്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് തന്നെ നിർമ്മിച്ച ആളെന്ന നിലയ്ക്ക് ഇയാളെ നമ്മൾ സോഴ്സ് ചാർജ് എന്ന് വിളിക്കും. സപ്പോസ് നമ്മൾ ഈ സോഴ്സ് ചാർജിനെ ഇവിടെ എടുത്ത് മാറ്റിയെന്ന് വെച്ചോ, അന്നേരം ടെസ്റ്റ് ചാർജിൽ ഫോഴ്സുകളൊന്നുമില്ല. എന്താ കാരണം? കാരണം നമ്മുടെ സോഴ്സ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ പിയിൽ ഇല്ല. ക്ലിയർ? അല്ലെങ്കിൽ തിരിച്ച് സോഴ്സ് ചാർജിനെ ഇവിടെ തന്നെ വെച്ചു, എന്നിട്ട് ടെസ്റ്റ് ചാർജിനെ മാറ്റിയെങ്കിൽ അപ്പോഴും ടെസ്റ്റ് ചാർജിന് മേൽ ഫോഴ്സ് ഇല്ല. കാരണം ഇപ്പോൾ ടെസ്റ്റ് ചാർജ് ഇരിക്കുന്ന സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ക്ലിയർ? അപ്പം ഞാനിങ്ങനെ മാറ്റി വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു ശകലം മാറ്റി വെച്ചാലൊന്നും ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാതാകുന്നില്ല കേട്ടോ. തിയററ്റിക്കലി സ്പീക്കിംഗ് ഇലക്ട്രിക് ഫീൽഡ് എൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്, ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത് തിയറിയിൽ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ടെസ്റ്റ് ചാർജിന് മേൽ ഫോഴ്സ് ഇല്ലാതാകണമെങ്കിൽ എടുത്തുകൊണ്ട് ഇൻഫിനിറ്റിയിൽ വെക്കണം. അതുപോലെ പോയിൻ്റ് പിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാതാകണമെങ്കിൽ സോഴ്സ് ചാർജിനെടുത്ത് ഇൻഫിനിറ്റിയിൽ കൊണ്ട് വെക്കേണ്ടി വരും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കൂടെ ഇതിനകത്തുണ്ട് എന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ നമ്മൾ ഫീൽഡ് എന്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക. എവിടെയാണ് കൃത്യമായി എവിടെയാണ് മനസ്സിലാകാത്തെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടാൽ മതി, നമുക്ക് ഡീൽ ചെയ്യാം. റൈറ്റ്? അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇതാണ്. ഒരു ഫോഴ്സ്, അതും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായി അവിടെ ആരുണ്ടാവും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഒരു ഇലക്ട്രിക് ഫീൽഡും ഒരു ചാർജും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാകുന്നത്. ക്ലിയർ? റൈറ്റ്. ഈ കോൺസെപ്റ്റ്, അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന കോൺസെപ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് മൈക്കിൾ ഫാരഡേ ആണ്. അദ്ദേഹമാണ് ഈ ഇൻട്രാക്ഷനെ പറ്റി, ഈ ചോദ്യം ഉന്നയിക്കുക വഴി ഇലക്ട്രിക് ഫീൽഡ് എന്നൊരു സാധനം ഉണ്ടാകാമെന്നല്ല, ഉണ്ട്. അതാണ് പോയിൻ്റ് പിയിലിരിക്കുന്ന ടെസ്റ്റ് ചാർജിന് മേൽ ഫോഴ്സ് കൊടുക്കുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയ ആൾ ഇപ്പുറത്തിരിക്കുന്ന ക്യാപിറ്റൽ ക്യൂ എന്ന സോഴ്സ് ചാർജാണ് എന്നുള്ള ഡിസ്ക്രിപ്ഷനും ഇലക്ട്രിക് ഫീൽഡ് എന്ന സങ്കല്പവും തന്നെ നമുക്ക് നൽകുന്നത് മൈക്കിൾ ഫാരഡേ ആണ്. റൈറ്റ്. ശരി, നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ. അപ്പോൾ നമ്മുടെ മുമ്പിലെ ഫിഗർ ഇതായിരുന്നു. ദർ ഈസ് എ സോഴ്സ് ചാർജ് ആൻഡ് അറ്റ് സം ഡിസ്റ്റൻസ് പോയിൻ്റ് പി ദർ ഈസ് എ ടെസ്റ്റ് ചാർജ്. അപ്പോൾ നമ്മുടെ മുൻപിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പോയിൻ്റ് പിയിൽ അനുഭവപ്പെടുന്ന സോഴ്സ് ചാർജിൻ്റെ ഈ ഇലക്ട്രിക് ഫീൽഡ് എത്രത്തോളമാണ്? അതിൻ്റെ ഇക്വേഷൻ എവിടെ? കൃത്യമായി അറിയാൻ കഴിയണം. നമ്മൾ ഫോഴ്സ് ഉണ്ട് എന്ന് വെറുതെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കൂളംസ് ലോ അനുസരിച്ച് കൃത്യമായ ഫോഴ്സ് പറഞ്ഞു. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് പിയിലുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് കൃത്യമായി എത്രയാണെന്ന് പറയണം. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്: ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിൻ്റ് പി ഈസ് ഈക്വൽ ടു 1/4πε0 Q by r square into r cap. നിങ്ങൾ മനസ്സിലാക്കണം, ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടറാണ്. അതുകൊണ്ട് അത് വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ ഉറപ്പായും യൂണിറ്റ് വെക്ടർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ ഇക്വേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ മനസ്സിലായിക്കോളൂ. 1/4πε0 Q by r square, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ വിശദീകരണം നൽകുന്ന ഈ ഫിഗറിൽ രണ്ട് ചാർജ് ഉണ്ട്. ഒന്ന് സോഴ്സ്, ഒന്ന് ടെസ്റ്റ്. കൺഫ്യൂഷൻ ആവേണ്ട, എഴുതാം. സോഴ്സ് ചാർജ്, ടെസ്റ്റ് ചാർജ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോയിൻ്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനിൽ ആര് മാത്രമേ ഉള്ളൂ? സോഴ്സ് ചാർജ് മാത്രമേ ഉള്ളൂ.
അങ്ങനെയേ വരാവുള്ളൂ. കാരണം നമ്മളിവിടെ പരാമർശിച്ചിരിക്കുന്ന ഈ ഇലക്ട്രിക് ഫീൽഡ് ക്യൂ, ക്യാപിറ്റൽ ക്യൂ, സോഴ്സ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനിൽ ടെസ്റ്റ് ചാർജ് ക്യൂവിന് യാതൊരു റോളും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഈ ക്യൂ കാരണം, അതായത് ഈ ടെസ്റ്റ് ചാർജ് കാരണം സോഴ്സ് ചാർജിൻ്റെ പൊസിഷൻ മാറുകയോ കോൺഫിഗറേഷൻ മാറുകയോ ചെയ്യും. അങ്ങനെ മാറിയാൽ ഇലക്ട്രിക് ഫീൽഡ് തന്നെ മാറിപ്പോകും. പോയിൻ്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് തന്നെ മാറിപ്പോകും. ക്ലിയറായോ ഞാൻ പറഞ്ഞത്? റൈറ്റ്. അപ്പോൾ ഇതാണ്, ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ്. തീർന്നില്ല, ഇതിനകത്തൊരു ആർ ക്യാപ്പ് കൂടെ ഉണ്ട്. ആർ എന്ന് പറയുന്നത് പോയിൻ്റ് പിയുടെ പൊസിഷൻ വെക്ടറാണ്. അതുകൊണ്ട് തന്നെ ആർ ക്യാപ്പ് എന്ന് പറയുന്നത് പോയിൻ്റ് പിയിലേക്കുള്ള യൂണിറ്റ് വെക്ടറാണ്. ഇതാണ് കറക്റ്റ് ഫിഗർ, കംപ്ലീറ്റ് ഫിഗർ ഇതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ പഠിക്കുമ്പോൾ ഈ ഫിഗറും കൂടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആമേ ക്ലിയർ? ഇനി എന്താണ് ഫീൽഡ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ, നിങ്ങൾ ഫീൽഡിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, ഫീൽഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഫീൽഡ് എന്ന് പറഞ്ഞാൽ എ ക്വാണ്ടിറ്റി, ഇറ്റ് മൈറ്റ് ബി വെക്റ്റർ ഓർ സ്കെയിലാർ. ഇത് വെക്റ്ററുമാകാം സ്കെയിലാറും ആകാം, അങ്ങനെ നമ്മൾ നിർബന്ധമൊന്നുമില്ല. എന്തായാലും ഒരു ക്വാണ്ടിറ്റി, എ ക്വാണ്ടിറ്റി വിച്ച് varies with position. പൊസിഷൻ അനുസരിച്ച് മാറ്റം വരുന്ന, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റി എന്ന് മാത്രമേ ഫീൽഡ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നു. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഒരു ചാർജ് കാരണം ഉണ്ടാകുന്ന ഏതോ ഒരു സവിശേഷത, മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഒരു മാഗ്നറ്റ് കാരണം ഉണ്ടാകുന്ന പൊസിഷൻ അനുസരിച്ച് മാറുന്ന ഒരു സവിശേഷത, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ആമേ ക്ലിയർ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്താണ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്. ഓക്കെ, എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പിന്നെ പഠിക്കും. വെറുതെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നാണ് ഈ പറഞ്ഞത്. ആമേ ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ചിത്രത്തിൽ കാണുന്ന ഈ പോയിൻ്റ് പിയിൽ വെച്ചിരിക്കുന്ന ടെസ്റ്റ് ചാർജിന് മേലുള്ള ഫോഴ്സ് കാണാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് ഈ പോയിൻ്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡും ടെസ്റ്റ് ചാർജും തമ്മിലാണ് ഇനി ഇൻട്രാക്ട് ചെയ്യുന്നത്, എന്നിട്ടാണ് ഫോഴ്സ് ഉണ്ടാകുക. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ വെക്റ്റർ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വെക്റ്റർ ഇ. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. ദിസ് ഈസ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് ക്യൂ അറ്റ് എ പോയിൻ്റ് പി വെയർ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇ പ്രസൻറ്റ്. ഓക്കെ, ഒരു പോയിൻറ്റിലിരിക്കുന്ന ക്യൂ എന്ന ചാർജ്, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് ഇ എങ്കിൽ ഈ ചാർജിന് മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് എഴുതി വെച്ചിരിക്കുന്നത്. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇക്വേഷനിൽ നോക്കിക്കൊണ്ട് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. നോക്കൂ, ഈ ഇലക്ട്രിക് ഫീൽഡിന് വേണ്ടി ഞാൻ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു വെക്റ്റർ എഫ് ബൈ ക്യൂ എന്നായില്ലേ. ഈ മാത്രമായാൽ ഈ ക്യൂ ലെഫ്റ്റ് സൈഡിൽ ഡിനോമിനേറ്ററിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വേഷൻ ഇതാ, എഫ് ബൈ ക്യൂ, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ചാർജ്. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത് സിംപ്ലി ന്യൂട്ടൺ പെർ കൂളം അല്ലേ. അപ്പോൾ അത് ഓർത്തുകൊള്ളുക. ഇലക്ട്രിക് ഫീൽഡിൻ്റെ എസ് ഐ യൂണിറ്റാണ് ന്യൂട്ടൺ പെർ കൂളം. അത് നമുക്ക് ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തിട്ടാണ് കിട്ടിയത്. അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെ ഈ ഇക്വേഷനിൽ ഉണ്ടാക്കാൻ പറ്റും. അത് ഈ ഇക്വേഷൻ്റെ കാര്യമാണ് കേട്ടോ പറയണത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് ചാർജ്. ഇങ്ങനെ പറയാം. നമുക്ക് ഈ ഇക്വേഷൻ നോക്കിക്കൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ എഴുതി നോക്കിയത്. ചുമ്മാ എഴുതി നോക്കിയതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി വേണമെങ്കിൽ ബൈ ഒന്ന് ചേഞ്ച് ചെയ്യാം, പെർ എന്നാക്കാം. അപ്പോൾ ഡിവിഷൻ എന്നുള്ള കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ചാർജ്. ശരിയാണ്, ക്യൂ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ടെസ്റ്റ് ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ശരിയല്ലേ? അല്ലെങ്കിൽ ഇനിയൊരു രീതിയിലും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്യാം. അതിനൊരു വഴി ഇതാണ്. നോക്കുക, ഈ ടെസ്റ്റ് ചാർജിൻ്റെ വാല്യൂ 1 കൂളംബ് ആയാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ്.
വെക്റ്റർ എഫ് ഈസ് ഈക്വൽ ടു വെക്റ്റർ ഇ എന്നാണ്. ശരിയല്ലേ? അതായത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്നായി. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്ഡ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. അങ്ങനെയും ഒരു ഡെഫിനിഷനുണ്ട്. ഏത് പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡാണോ ഡിഫൈൻ ചെയ്യേണ്ടത് അത് ആ പോയിൻറ്റിൽ ഒരു 1 കൂളംബ് ചാർജ് വയ്ക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഫോഴ്സ് തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ക്ലിയർ? അപ്പോൾ അങ്ങനെയും ഒരു ഡെഫിനിഷനെ പറ്റി നമുക്ക് ആലോചിക്കാം. ഞാൻ അതും കൂടി ഒന്ന് എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് by 1 coulomb charge placed at that point. ക്ലിയർ ആണോ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാനുണ്ട്. ഫീൽഡ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു വെക്കുന്നത് ഇൻഡയറക്റ്റായിട്ട് ഈ ക്യൂവിനെ പറ്റി തന്നെയാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മൂന്നാമതൊരാളായി. നേരത്തെ ഫോഴ്സിൽ കൂളംസിലും അനുസരിച്ച് സോഴ്സ് ചാർജും അല്ലെങ്കിൽ ഫസ്റ്റ് ചാർജും സെക്കൻഡ് ചാർജും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഫീൽഡ് കൺസെപ്റ്റിലൂടെ, ഇലക്ട്രിക് ഫീൽഡ് എന്ന കൺസെപ്റ്റിലൂടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിൽ മൂന്നാമത് അഡീഷണലായി കയറി വരുന്ന ആളാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി പറയുമ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ സോഴ്സ് ചാർജിൻ്റെ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സിസ്റ്റൻസിന് ഒരു ഭംഗം വരാൻ പാടില്ല, ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. എന്തായിരുന്നു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ? ഇ ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² r². ഇതായിരുന്നല്ലോ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും, പോയിൻ്റ് പി ഫിക്സ് ആക്കിയാണ് വെക്കുന്നതെങ്കിൽ, പോയിൻ്റ് പി നമ്മൾ തോന്നും പോലെ മാറ്റുന്നില്ലെങ്കിൽ, r കോൺസ്റ്റൻ്റ് ആണ്, 1, 4, πε0 ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ഇത് പാവം ഒരു യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ ശരിക്കും ഇലക്ട്രിക് ഫീൽഡ് നേരിട്ട് ആശ്രയിക്കുന്നത് എന്തിനെയാണ്? സോഴ്സ് ചാർജിനെയാണ്. സോ സോഴ്സ് ചാർജിൻ്റെ വാല്യൂ കൂടിയാൽ സ്വാഭാവികമായും ഇലക്ട്രിക് ഫീൽഡും കൂടും. എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്മളിവിടെ 2 ടൈംസ് Q കൊടുത്താൽ, അതായത് അവിടെയുള്ള സോഴ്സ് ചാർജ് ഡബിൾ ആക്കിയാൽ സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും ഡബിൾ ആകും എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? ഡബിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് കേട്ടോ. എൻ്റെ ഒരു മീനിങ് മനസ്സിലാക്കാൻ പറഞ്ഞാണ്. എക്സാക്ട്ലി ഡബിൾ ആകും എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. സോഴ്സ് ചാർജിൻ്റെ വാല്യൂ കൂടിയാൽ സ്വാഭാവികമായിട്ടും ഒരു പോയിൻറ്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇനിയൊരു പോയിൻ്റ് പറയാനുള്ളത്, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനിൽ ആറിൻ്റെ ടേമുണ്ട്, അതായത് പൊസിഷൻ വെക്ടറിൻ്റെ ടേമുണ്ട്. അതർത്ഥമാക്കുന്ന ഇതാണ്, പോയിൻ്റ് പിയുടെ പൊസിഷൻ നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നാൽ സോഴ്സ് ചാർജിലൊന്നും മാറ്റിയില്ലെങ്കിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ മാറും. അപ്പോൾ ഇവിടെ പോയിൻ്റ് പി എടുക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അല്ല ഇവിടെ എടുക്കുമ്പോൾ, അവിടെയല്ല ഇവിടെ എടുക്കും, അതല്ല ഇവിടെ, അതല്ല ഇവിടെ, അതല്ല ഇവിടെ. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഞാൻ ഇക്വേഷൻ എഴുതുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇങ്ങനെ ചേർക്കണം, വെക്റ്റർ ഇ ഫങ്ഷൻ ഓഫ് ആർ, ഇ ഓഫ് ആർ, അങ്ങനെ കറക്റ്റായി മാത്തമാറ്റിക്കലി എഴുതണം. അതാണ് കറക്റ്റായ ഇക്വേഷൻ. ഈസ് എ ഫങ്ഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു 1/4π, അങ്ങനെ വേണം പോകാൻ. പൊസിഷൻ അനുസരിച്ച് മാറ്റം വരും. ക്ലിയർ? ഇനി മറ്റൊരു ഇക്വേഷൻ നമ്മൾ താഴെ എഴുതിയിരുന്നു. ഇങ്ങനൊരു ഇക്വേഷൻ എഴുതിയില്ലായിരുന്നു, വെക്റ്റർ എഫ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു ഇ എന്നൊരു ഇക്വേഷൻ എഴുതിയായിരുന്നു. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു റിസൾട്ട് കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇവിടുന്ന് ഞാൻ ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡ് വേണ്ടി മാറ്റി എഴുതാണ്. ഇ ഈസ് ഈക്വൽ ടു ഫോഴ്സ് F/Q. കുഴപ്പമില്ലല്ലോ, നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെയാണ്. എന്നിട്ട് ന്യൂമറേറ്ററിൽ ഫോഴ്സിന് കൂളംസ് ലോയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അത് തന്നെയാണ്, കൂളംസ് ഇക്വേഷൻ തന്നെയാണ്. 1/4πε0 Q/r² ആണല്ലോ. കൂളംസ് ഫോഴ്സാണിത്. അവിടെ രണ്ട് ചാർജിനെ പറ്റിയും പറയണം, സോഴ്സിനെ പറ്റിയും പറയണം, ടെസ്റ്റിനെ പറ്റിയും പറയണം. ഡിവൈഡഡ് ബൈ r² ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു Q കൂടെ ഉണ്ട്, അയാളെയും കൂടെ ചേർക്കുന്നു, Q. ഇപ്പോൾ എന്ത് കിട്ടി? ഈ Q ക്യാൻസലായി, ഈ Q ക്യാൻസലായി. അപ്പോൾ റിസൾട്ടൻ്റ് ഇക്വേഷൻ ഇതാണ്, വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ക്യാപിറ്റൽ Q/r² ആണല്ലോ. ഇത് തന്നെയാണ് ഈ എഴുതി വച്ചിരിക്കുന്ന ഇക്വേഷൻ. അങ്ങനെയാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ കിട്ടിയത്. പിന്നെ ഈ ഇക്വേഷൻ മനഃപ്പാടമാക്കും പോലെ ഓർത്ത് വയ്ക്കുമ്പോൾ ഒരു വാചകം കൂടെ ചേർത്ത് ഓർത്ത് വയ്ക്കുക.
ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ്, അങ്ങനെ ഒരു വാചകം കൂടെ ഓർത്ത് കൊടുക്കുക. ഈ ഇക്വേഷൻ നമുക്ക് തരുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ്, ഒരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണത്. E = 1/4πε0 Q/r². ക്ലിയർ ആണോ? എന്തെങ്കിലും കോൺസെപ്റ്റിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയാം, കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടാൽ മതി, നമുക്ക് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാം. റൈറ്റ്? ഓക്കെ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട കുറച്ച് ഐഡിയകൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. എനിക്കറിയാതെ കുറച്ച് ലെങ്തി ആകുന്നുണ്ട്, എന്നാലും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ദ ചാർജ് വിച്ച് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ഫീൽഡ് കോൾഡ് സോഴ്സ് ചാർജ്. ആരാണോ ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ചാർജിനെ വിളിക്കുന്ന പേരാണെന്ത്? സോഴ്സ് ചാർജ്. ദ ചാർജ് വിച്ച് ടെസ്റ്റ് ദി എഫക്റ്റ് ഓഫ് സോഴ്സ് ചാർജ് ഈസ് കോൾഡ് ടെസ്റ്റ് ചാർജ്. അതുപോലെ അവിടെ ഒരു പോയിൻറ്റിൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ എത്രയാണ് എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാർജാണ് ടെസ്റ്റ് ചാർജ്. അപ്പോൾ നമ്മുടെ ഫിഗറിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ Q ആണ് സോഴ്സ് ചാർജ്, സ്മോൾ q ആണ് ടെസ്റ്റ് ചാർജ്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് അറ്റ് എവറി പോയിൻറ്റ് ഇൻ 3-dimensional സ്പേസ്. അത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിൻ്റ് പരിഗണിച്ച് അവിടെ ഒരു ക്യാപിറ്റൽ Q ഉണ്ടെങ്കിൽ ഇവിടുന്ന് 3 ഡയമെൻഷനിൽ വരയ്ക്കുമ്പോൾ 2 ഡയമെൻഷനായിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റൂ. 3 ഡയമെൻഷനിൽ ഇതിന് ചുറ്റും എല്ലാ സ്പേസിലും എന്തുണ്ടെന്നാണ് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. റൈറ്റ്? ഓക്കെ. അടുത്ത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ശ്രദ്ധയോടെ നോക്കണം. ഫോർ പോസിറ്റീവ് ചാർജ്, നമ്മുടെ സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്റ്റഡ് റേഡിയലി ഔട്ട്വേർഡ്. ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ചാർജ്, സോഴ്സ് ചാർജ്. അത് ഇത്തവണ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. വരച്ചപ്പോൾ ഇതൊരു പ്രതലത്തിലാണ് വരച്ചിരിക്കുന്നത്, പക്ഷേ 3D ആയിട്ട് ഇമാജിൻ ചെയ്യണം, സ്പിയർ പോലെ ഇമാജിൻ ചെയ്യണം. ആ സ്പിയറിൻ്റെ റേഡിയസിലൂടെ പുറത്തേക്കാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഉണ്ടാവുക. ആമേ ക്ലിയർ? അടുത്ത പോയിൻ്റ്, ഇഫ് ദ സോഴ്സ് ചാർജ് ഇസ് നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ്സ് ആർ ഡയറക്റ്റഡ് റേഡിയലി ഇൻവേർഡ്. അതായത് നമ്മുടെ സോഴ്സ് ചാർജ് Q ഇത്തവണ നെഗറ്റീവ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കണം, ഉള്ളിലേക്കാണ്. അതും റേഡിയലി ഔട്ട്വേർഡ്. വരച്ചപ്പം അതും ഞാൻ ഒരു പ്രതലത്തിലാണ് വരച്ചിരിക്കുന്നത്, പക്ഷേ സ്പിയറായിട്ട് 3D ആയിട്ട് ഇമാജിൻ ചെയ്യണം. ആ സ്പിയറിൻ്റെ സെൻട്രലോട്ട് ഡയറക്റ്റ് ചെയ്തതിൻ്റെ പോലെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻസ് വരിക. ആം ഐ ക്ലിയർ? റൈറ്റ്? ഓക്കെ. ഇടയ്ക്ക് ഓർത്തപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ കേട്ടോ. ഇതാ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഈ ഇക്വേഷനിൽ F = Q എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. Q എന്ന ടെസ്റ്റ് ചാർജിന് മേൽ അത് വെച്ചിരിക്കുന്ന സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കാരണം അനുഭവിക്കുന്ന ഫോഴ്സാണ് F. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയിട്ട് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറയാം. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ഈ ഇക്വേഷൻ കാണിച്ചുകൊണ്ട് ചോദിച്ചാൽ പറയണം, ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇറ്റ് സെൽഫ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ അനുസരിച്ച് ഈ ഫോഴ്സ് എങ്ങോട്ടാണോ ആ ഡയറക്ഷൻ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഞാൻ പറയുകയാണ്, നോക്കിക്കോളാം, ഈ ഫിഗർ നോക്കിക്കോളാം. ഇപ്പോൾ പോയിൻ്റ് Pയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതാണ് E എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് വലുതാക്കി വരയ്ക്കാം. അതാണ് E ആണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്. ഈ ടെസ്റ്റ് ചാർജിന് മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്, F = QE. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പോയിൻ്റ് Pയിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ടെസ്റ്റ് ചാർജിന് മേൽ അനുഭവപ്പെടുന്ന ഈ ഫോഴ്സ് അതേ ദിശയിൽ തന്നെയാണ് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒന്ന് തിരിച്ചു പറഞ്ഞാൽ പോയിൻ്റ് Pയിൽ വെച്ചിരിക്കുന്ന ഈ ടെസ്റ്റ് ചാർജ് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ അതേ ദിശയിലാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ദിശയിലാണ് ഫോഴ്സും ഉള്ളത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു ടെസ്റ്റ് ചാർജ് അവിടെ കൊണ്ട് വയ്ക്കുക, Q, അതെങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് നോക്കുക. ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഉടനെ നമുക്ക് പറയാം ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അതാണ് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, അതുതന്നെയാണ് അവിടെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും ഡയറക്ഷൻ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് വേണം മനസ്സിലാക്കാൻ. വളരെ ഈസി ആയിട്ട് നമുക്കൊരു സ്ഥലത്തുള്ള, ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എത്രയാണെന്ന് അറിയണമെങ്കിൽ അവിടെ ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവയ്ക്കുന്നു, അത് സിമ്പിളായിട്ട് എങ്ങോട്ടാണ് പോകുന്നത് നോക്കുന്നു, അത് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. കാരണം അവിടെയുള്ള ഫോഴ്സ്, അതിനനുഭവപ്പെടുന്ന ഫോഴ്സും അതേ ദിശയിലാണ്. ക്ലിയർ?
കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അല്പം ലെങ്തി ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, വീണ്ടും ഞാനത് പറയുകയാണ്. എന്നാലും ഈ ഒരു കാര്യം കൂടെ ഈ ക്ലാസ്സിൻ്റെ ചേർത്ത് പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നു. വാട്ട് ഈഫ് ദർ ആർ മോർ നമ്പർ ഓഫ് ചാർജസ്? നമ്മൾ കഴിഞ്ഞ തവണ 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് പഠിച്ചിട്ട് പിന്നെ 2-ലധികം ചാർജുകൾ, സിസ്റ്റം ഓഫ് ചാർജസ് വന്നാൽ ഫോഴ്സ് എങ്ങനെയാണെന്ന് പഠിച്ചു. അതായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഇവിടെ ഫോഴ്സ് അല്ല, മറിച്ച് നമുക്ക് ഫീൽഡാണ് നോക്കേണ്ടത്. അപ്പോൾ ഒന്നിലധികം ചാർജുകൾ വന്നാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടോട്ടൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ് ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസ് ഈസ് ഡിഫൈൻഡ് ആസ് the force experienced by unit test charge placed at that point without disturbing the original positions of the charges. അതായത് ഒരു സിസ്റ്റം ഓഫ് ചാർജ് കാരണം ഇതവിടെ പല ചാർജുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 4 ചാർജുകളുണ്ട്, Q1, Q2, Q3 ആൻഡ് Q4. ഈ 4 ചാർജുകളുടെ സിസ്റ്റം ഓഫ് ചാർജ് കാരണം ഇവിടെയുള്ള പോയിൻ്റ് പിയിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി ഈ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക Q. എന്നിട്ട് ഈ ടെസ്റ്റ് ചാർജിനെ വയ്ക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇറ്റ് ഷുഡ് നോട്ട് ഡിസ്റ്റർബ് ദി ഒറിജിനൽ പൊസിഷൻസ് ഓഫ് ദി ചാർജസ്. ഈ സിസ്റ്റം ഓഫ് ചാർജിൻ്റെ പൊസിഷനെ ടെസ്റ്റ് ചാർജ് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. കാരണം ടെസ്റ്റ് ചാർജ്, ഒറ്റവാക്കി പറഞ്ഞാൽ ടെസ്റ്റ് ചാർജ് ഈ സിസ്റ്റം ഓഫ് ചാർജിനേക്കാളും ഭയങ്കര വലിയൊരു ചാർജ് ആകാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ചാർജിൻ്റെ ഇൻഫ്ലുവൻസിൽ ഈ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ദ ടെസ്റ്റ് ചാർജ് ടെൻസ് ടു 0. 0യോട് വളരെ അടുത്ത് വാല്യൂ ഉള്ള ഒരു വളരെ നേർത്ത ടെസ്റ്റ് ചാർജാണ് നമ്മൾ കൊണ്ട് വയ്ക്കുന്നത്. എന്നിട്ട് എങ്ങനെയാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനാണ്. അതായത് പോയിൻ്റ് പിയിൽ ഓരോ ചാർജ് കാരണവും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻഡിവിജ്വലി കണ്ടുപിടിക്കും. എന്നിട്ട് ഒടുവിൽ അതിൻ്റെ വെക്റ്റർ സം എടുക്കും. ക്ലിയർ? അത് തന്നെയാണ് നമ്മൾ ഫോഴ്സിൻ്റെ കാര്യത്തിലും ചെയ്തത്. ഓരോ ജോഡിയുടെയും ഫോഴ്സ് കണ്ടെത്തി എന്നിട്ട് വെക്റ്റർ സം എടുക്കും. അത് തന്നെയാണ് എവിടെയും ചെയ്യാൻ പോകുന്നത്. ഓരോ ചാർജും കാരണമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻഡിവിജ്വലി കാണും, എന്നിട്ട് അതിൻ്റെ വെക്റ്റർ സം എടുക്കും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ ഫിഗർ അല്പം കൂടെ കംപ്ലീറ്റ് ആവാനുണ്ട്. Q4ൽ നിന്നും പിയിലേക്കുള്ള ദൂരത്തെ നമുക്ക് R4 എന്ന് വിളിക്കാം. Q2ൽ നിന്നുള്ള ദൂരത്തെ R2, Q1ൽ നിന്നുള്ള ദൂരത്തെ R1, Q3ൽ നിന്നുള്ള ദൂരത്തെ R3. ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഓരോ ചാർജുകളും വെച്ച് ഇൻഡിവിജ്വലായിട്ട് കണ്ടെത്താൻ പോവുകയാണ്. റൈറ്റ്, ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് E1 എന്ന് വിളിക്കുകയാണ്. E1 എന്ന് പറയുന്നത് പോയിൻ്റ് പിയിൽ Q1 കാരണമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇക്വേഷനൊക്കെ നമുക്കറിയാം, 1/4πε0 Q1/R1². ശരിയല്ലേ? R1 ക്യാപ് എന്നുള്ള യൂണിറ്റ് വെക്ടർ കൂടെ. അതുപോലെ രണ്ടാമത്തെ ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് E2 ഈസ് ഈക്വൽ ടു 1/4πε0 Q2/R2² R2 ക്യാപ്. മൂന്നാമത്തേത് E3, വെക്ടർ E3 ഈസ് ഈക്വൽ ടു 1/4πε0 Q3/R3² R3 ക്യാപ്. നാലാമത്തെ ചാർജ് കൊണ്ട് E4, വെക്ടർ E4 ഈസ് ഈക്വൽ ടു 1/4πε0 Q4/R4² R4 ക്യാപ്. അപ്പോൾ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ചാർജുകളും കാരണം പോയിൻ്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടെത്തി. ഇനി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്യുന്നു. നമ്മൾ വെക്റ്റർ സം എടുക്കുന്നു. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഈസ് E1 പ്ലസ് E2 പ്ലസ് E3 പ്ലസ് E4 അല്ലേ? ഇപ്പോൾ ഓരോ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4πε0 Q1/R1². തൽക്കാലം യൂണിറ്റ് വെക്ടർ ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുകയാണ്, ഡയറക്ഷൻ നമ്മളങ്ങനെ ഇപ്പോൾ നോക്കുന്നില്ല സിംപ്ലിസിറ്റിക്ക് വേണ്ടി. പ്ലസ് 1/4πε0 Q2/R2² പ്ലസ് 1/4πε0 Q3/R3² പ്ലസ് 1/4πε0 Q4/R4². റൈറ്റ്?
ഇനി ഇക്വേഷൻ പരിശോധിക്കുമ്പോൾ മനസ്സിലായി 1/4πε0 എന്ന ടേം എല്ലാ ടേമുകളിലും കോമൺ ആണ്. അപ്പോൾ നമ്മൾ പുറത്തെടുക്കുകയാണ്. സോ വിൽ ഗെറ്റ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ നെറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1/R1 സ്ക്വയർ പ്ലസ് Q2/R2 സ്ക്വയർ പ്ലസ് Q3/R3 സ്ക്വയർ പ്ലസ് Q4/R4 സ്ക്വയർ. ശരിയല്ലേ? ഏതെങ്കിലും മാത്തമാറ്റിക്കൽ സ്റ്റെപ്പിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ സമ്മേഷൻ സിമ്പിൾ ഉപയോഗിച്ച് അല്പം കൂടെ സിംപ്ലിഫൈ ആയിട്ട് എഴുതാം. അത് മാത്രമല്ല, ഒരു സിസ്റ്റം ഓഫ് ചാർജിൽ 4 ചാർജ് മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ ചാർജുകളുണ്ടാകും. അപ്പം n നമ്പർ ഓഫ് ചാർജുകളുള്ള ഒരു സിസ്റ്റം ഓഫ് ചാർജിൻ്റെ ഇൻഫ്ലുവൻസിനാൽ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ our equation would be E net is equal to 1/4πε0 summation I is equal to 1 to n Qi/Ri square Ri cap. ഇതാണ് ഒരു സിസ്റ്റം ഓഫ് ചാർജ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ജനറൽ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏതെങ്കിലും പോയിന്റിൽ എവിടെയെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കോൺസെപ്റ്റ് വിശദമായി പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡും ഫോഴ്സും തമ്മിലുള്ള ഒരു ബന്ധം, ഇക്വേഷനിലുള്ള ബന്ധം, അതുപോലെ ഒന്നിലധികം ചാർജുകൾ, സിസ്റ്റം ഓഫ് ചാർജ് കാരണം ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്, ഇത്രയും കാര്യങ്ങളാണ് വിശദമായിട്ട് പഠിച്ചത്. അപ്പോൾ ഏറെക്കുറെ ഇത്രയും തന്നെ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി ഏറെക്കുറെ സമഗ്രമായി തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ക്ലാസ് കുറച്ച് ലെങ്തിയാണ്. ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെ കുറച്ച് കാണേണ്ട ഒരാളല്ല, അത്രയും പ്രധാനപ്പെട്ട ആളായതുകൊണ്ടാണ് അങ്ങനെ പഠിച്ചത്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.